800 കോടിയോളം ആൾക്കാരുള്ള ഈ ലോകത്ത് 500 കോടിയിലധികം എങ്ങനെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറഞ്ഞത്. റോമക്കാർക്കിടയിൽ ഗീവ് ദം ഫുഡ് ആൻഡ് സർക്കസ് ദേ വോണ്ട് റിവോൾട്ട് എന്ന് പറയുന്ന ഒരു ചൊല്ല് വരെ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയണം, ഈവൻ ഈ അടുത്ത് 2022 ഖത്തറിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പ്, അവിടെ വരെ ഈ എംപ്ലോയി അബ്യൂസിങ് അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ഒരുപാട് റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. ഇതുപോലെ സ്പോർട്സ് വാഷിംഗ് ആരോപിച്ചുകൊണ്ടാണ് BBC ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഓപ്പൺ സെറമണി കാശ് ചെയ്യാതിരുന്നത്. ഫലസ്തീനിലെ ഇസ്രായേൽ നടത്തിയ വംശഹത്യയെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ചെയ്തത് അമേരിക്കയാണ്. അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോടലായിട്ടാണ് അവരിപ്പോൾ വേൾഡ് കപ്പ് നടത്തുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ട ഈ സ്പോർട്സ് അതുപോലെ തന്നെ ഈ നൈറ്റ് ക്ലബ്ബൊക്കെ ഞങ്ങൾ തരാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഭരണകൂടത്തിൻ്റെ എതിരെ ഒരു അക്ഷരം മിണ്ടരുതെന്നാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. അമേരിക്കയിൽ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ലോകത്തിൻ്റെ ശ്രദ്ധ മൊത്തം ഒരു പന്തിലേക്ക് എങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 800 കോടിയോളം ആൾക്കാരുള്ള ഈ ലോകത്ത് 500 കോടിയിലധികം എങ്ങനെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറഞ്ഞത്. ഓരോ 4 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഈ ഫിഫ വേൾഡ് കപ്പ്, ആ ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എക്കോണമിക്കലി അഥവാ സാമ്പത്തികമായിട്ട് നല്ല ചിലവ് ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് 2026 ഫിഫ വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിലേക്ക്, അമേരിക്ക, മെക്സിക്കോ, കാനഡ, ഇങ്ങനെ 3 രാജ്യങ്ങളിലായിരുന്നു നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഖത്തർ വേൾഡ് കപ്പിൻ്റെ എക്സ്പെൻസ് മാത്രം എടുത്ത് നോക്കുമ്പോൾ $290 ബില്യൺ അവർ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഈ ചെലവഴിച്ച എക്സ്പെൻസ് മുഴുവൻ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും വേൾഡ് കപ്പ് എന്ന സോഫ്റ്റ് പവറിനെ അതിന് ബെസ്റ്റ് രൂപത്തിൽ ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണം, അവർ ഇൻഫ്രാസ്ട്രക്ചറും സ്റ്റേഡിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഖത്തരി കൾച്ചർ രൂപത്തിലാണ് അവരതിനുണ്ടാക്കിയിരുന്നത്. ഒരു ഖത്തരി അല്ലെങ്കിൽ ഒരു അറേബ്യൻ കൾച്ചറിനെ എത്രത്തോളം ഭംഗിയായിട്ട് ഒരു ഫുട്ബോളിലൂടെ അല്ലെങ്കിൽ ഒരു സ്പോർട്സിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്നാണ് അവരിതിലൂടെ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. വെറും ടൂറിസവും സാമ്പത്തിക ലാഭവും ഉണ്ടെന്നതിനുപരി ഇവർക്ക് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നതിൽ പല പല ലക്ഷ്യങ്ങളും ഉണ്ട് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഇതുപോലുള്ള വലിയ സ്പോർട്സ് ഇവൻറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന പല രാജ്യങ്ങളും അവരുടെ എക്കോണമിക്, പൊളിറ്റിക്കൽ, അതുപോലെ ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ, ഇതൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു ആയുധമായിട്ട് ഈ സ്പോർട്സിന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു ആരോപണം പൊതുവെ വരാറുണ്ട്. സ്പോർട്സ് വാഷിംഗ് എന്നാണ് ഇതിനെപ്പറ്റി പറയാറുള്ളത്. നമ്മൾ 1936 ജർമ്മനിയിൽ വെച്ച് നടന്ന ബെർലിൻ ഒളിമ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ സമയത്ത് ഹിറ്റ്ലർ അവിടുത്തെ ന്യൂനപക്ഷത്തിനെ, പ്രത്യേകിച്ച് ജൂതന്മാർക്കെതിരെയൊക്കെ നടത്തുന്ന ഒരുപാട് അക്രമങ്ങൾ, അതിക്രമങ്ങൾ, അതിൽ നിന്നൊക്കെ ഈ മീഡിയയുടെ ശ്രദ്ധ മാറ്റാനും ജനങ്ങൾ അതിൽ നിന്നുള്ള രോഷം മാറ്റാനൊക്കെ ഇതിന് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് 2018 റഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ള വേൾഡ് കപ്പും. അവിടെ ഈ ഒപ്പോസിഷൻ പാർട്ടിയെ പുടിൻ അടിച്ചമർത്താണെന്നുള്ളൊരു ആക്ഷേപം ഉയരുന്ന സമയത്താണ് 2018 ഈ വേൾഡ് കപ്പ് വരുന്നത്. ആ സമയത്ത് പുടിൻ അതിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് അവിടുത്തെ ആളുകളുടെയും മാധ്യമത്തിൻ്റെയൊക്കെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്തിനേറെ പറയണം, ഈവൻ ഈ അടുത്ത് 2022 ഖത്തറിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പ്, അവിടെ വരെ ഈ എംപ്ലോയി അബ്യൂസിങ് അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ഒരുപാട് റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. ഈ സ്പോർട്സ് വാഷിംഗ് ടേം ഈ അടുത്ത് 2015 അസർബൈജാന് യൂറോപ്യൻ ഗെയിംസിനെ ഹോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ കാരണമായിട്ടൊക്കെ വന്നതാണ്. പക്ഷേ ഈ സ്പോർട്സ് വാഷിംഗ് സംഭവം, ഈ ഒരു പ്രോസസ്സ് അങ്ങ് റോമൻ എംപയറിൻ്റെ കാലം മുതലേ നടന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കൊളോസിയം പോലെയുള്ള തിയേറ്ററുകളിൽ ട്രോജൻസ്, ഡീസൻസ്, ട്രയൻഫ് ഇതുപോലെയുള്ള ഒരുപാട് ഗെയിമുകൾ ഇന്നത്തെ രാജാക്കന്മാർ അവിടെ വെച്ച് നടത്തിയിരുന്നു. ഇതിലൂടെ അവർ അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക്കൽ ഫെയിലിയേഴ്സിനെ, പരാജയങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനും അതിൽ നിന്നൊക്കെയുള്ള ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. റോമക്കാർക്കിടയിൽ ഗീവ് ദം ഫുഡ് ആൻഡ് സർക്കസ് ദേ വോണ്ട് റിവോൾട്ട് എന്ന് പറയുന്ന ഒരു ചൊല്ല് വരെ ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾക്ക് അവർക്ക് വയറ് നിറക്കാനോ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്താൽ അവരവിടെ അടങ്ങിയിരിക്കുന്ന അന്നത്തെ രാജാക്കന്മാർ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു. ഇതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമായിട്ടാണെങ്കിൽ നമുക്ക് 2021 നടക്കുന്ന സൗദിയൊക്കെ നിർത്തി നോക്കാം. മുഹമ്മദ് ബിൻ സൽമാൻ ഈ അടുത്ത കാലമായിട്ട് ഒരുപാട് പണം ഈ സ്പോർട്സിനും അതുപോലെ തന്നെ ഈ നൈറ്റ് ക്ലബിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ 2021 അദ്ദേഹം ഈ PIF അതായത് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് 6 ബില്യണോളം പണം ചിലവാക്കിയിട്ടാണ് അദ്ദേഹം ഈ ന്യൂ കാസിലൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ട ഈ സ്പോർട്സ് അതുപോലെ തന്നെ ഈ നൈറ്റ് ക്ലബ്ബൊക്കെ ഞങ്ങൾ തരാം, പക്ഷെ നിങ്ങളൊരിക്കലും ഭരണകൂടത്തിൻ്റെ എതിരെ ഒരു അക്ഷരം മിണ്ടരുതെന്നാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതേ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫലസ്തീനിലെ ഇസ്രായേൽ നടത്തിയ വംശഹത്യയെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ചെയ്തത് അമേരിക്കയാണ്. അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോടലായിട്ടാണ് അവരിപ്പോൾ വേൾഡ് കപ്പ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർക്കേറ്റിയ പരാജയം മറച്ചുവെക്കാനും പിന്നെ സമാധാന കരാർ ഒപ്പിടാനൊക്കെ ആണ് അവർ ഈ വേൾഡ് കപ്പിൻ്റെ അവസരം തന്നെ മുതലെടുക്കുന്നത്. ഇതുപോലെ സ്പോർട്സ് വാഷിംഗ് ആരോപിച്ചുകൊണ്ടാണ് BBC ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഓപ്പൺ സെറമണി കാശ് ചെയ്യാതിരുന്നത്. അതിന് പകരം അവർ LGBT പോലെയുള്ള
മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ വുമൺ റൈറ്റ് വയലൻസിനൊക്കെയാണ് അന്ന് അവരെന്താ ക്യാഷ് ചെയ്തത്. ഫിഫയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ട വുമൺ റൈറ്റ്സിനൊന്നും ഒരു വില പോലും കൽപ്പിക്കാത്ത വേൾഡ് കപ്പാണ് നിലവിൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ മാത്രം വേൾഡ് കപ്പിന് എത്താൻ പറ്റാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. മേദിയാസൻ ഒരിക്കൽ തൻ്റെ ഷോയിൽ ഇങ്ങനെ ഈ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഓപ്പണിംഗ് സെറമണി BBC കാസ്റ്റ് ചെയ്യാത്ത വിഷയം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ മാധ്യമങ്ങളൊന്നും അമേരിക്ക നടത്തുന്ന ഈ വയലൻസിനെതിരെ പ്രതികരിക്കുന്നില്ല? 2026 അമേരിക്കയിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ഓപ്പണിംഗ് സെറമണി കാസ്റ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് വരെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഡബിൾ സ്റ്റാൻഡ് വ്യൂ കൂടിയാണ്. ഖത്തർ വേൾഡ് കപ്പിൻ്റെ 9 മാസങ്ങൾക്ക് ശേഷം ചൈനയിലെ ബീജിങ്ങിൽ വെച്ച് നടന്ന വിൻ്റർ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ആ സമയത്ത് തന്നെ ചൈനയിൽ ഒരുപാട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇപ്പറഞ്ഞ മാധ്യമങ്ങൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അന്ന് 1 മില്യണോളം ആൾക്കാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും മറ്റായിട്ട് പീഡനങ്ങൾക്കും ബ്രെയിൻ വാഷിങ്ങൾക്കും കീഴായിട്ടുണ്ട്. അന്ന് അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള മതാചാരങ്ങൾ വരെ ചൈനീസ് ഗവൺമെൻറ് നിഷേധിച്ചിരുന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം സ്പോർട്സ് വാഷിംഗ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതിയാണ്.